പാർവതിയും റെക്കോർഡിംഗ് ഓണാക്കി ഇടുക. എല്ലാരും ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ മാം. ബെറ്റർ. ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. പക്ഷെ എന്റെ വോയിസ് കിട്ടില്ല. ഓക്കെ. ഏത് ആപ്പാ യൂസ് ചെയ്യുന്നത്? ക്ലിപ്പിംഗ് ടൂൾ തന്നെയാണ്. അതിൽ വോയിസ് ഓൺ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടല്ലോ. ഇല്ല മാം, ആ, ലാപ്പിന്റെ ഇഷ്യൂ ആണ്. ഓ, ലാപ്പിന്റെ അതുകൊണ്ട് ഇഷ്യൂ. ഇപ്പൊ വോയിസ് കിട്ടില്ല. ഓക്കെ. സേനസ് മിസ് റെക്കോർഡ് ഓൺ ആക്കി ഇടുക. മിസ് ഇടാം. ഡാറ്റാബേസ് കൊടുത്തതിന് ശേഷം MySQL ക്ലയന്റ് ഇൻസ്റ്റാൾ ചെയ്യും. നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ ഒരു എംപ്ലോയിയുടെ ഫോം പാസ് ചെയ്യാം. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യാം. അതിൽ എംപ്ലോയി ID, എംപ്ലോയി നെയിം, എംപ്ലോയി അഡ്രസ് ഈ ഫീൽഡ്സ് വെച്ചിട്ട് ഞാൻ മോഡൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതവിടെ നോക്കി ക്ലാസ് എംപ്ലോയി എന്നൊരു മോഡലാണ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഫീൽഡ്സ് വരുന്നത് EMP ID ഇൻഡിജർ ഫീൽഡിൽ പാസ് ചെയ്തു, എംപ്ലോയി നെയിമും എംപ്ലോയി അഡ്രസ്സും ക്യാരക്ടർ ഫീൽഡിൽ. സോ ബ്രാക്കറ്റ്സിൽ മാക്സ് ലെങ്ത് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ചെയ്യേണ്ടത് നമുക്ക് HTML പേജിലേക്ക് ഫോംസ് ആയിട്ടാണ് ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഇവിടെ ആപ്പിനുള്ളിൽ forms.py എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതിലാണ് നമ്മൾ ഫോം ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം. ഫ്രം django.db സ്പേസ് വേണം. ഇമ്പോർട്ട് മോഡൽസ്. ഈ ഒരു ഫയലിലേക്ക് നമ്മൾ മോഡൽസ് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ. സോറി, ഈ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് റിമൂവ് ചെയ്തേ. ഫോംസ് ആയിരുന്നു ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഫ്രം Django ഇമ്പോർട്ട് ഫോംസ് എന്ന് കൊടുക്കുക. DB വേണ്ട. ഫ്രം Django ഇമ്പോർട്ട് ഫോംസ്. ഡോട്ടും റിമൂവ് ചെയ്യുക. ഓക്കെ. forms.py എന്ന ഫയലിലേക്ക് ഫ്രം Django ഇമ്പോർട്ട് ഫോംസിനെ ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ നമ്മൾ മോഡൽസിൽ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ എംപ്ലോയി എന്ന മോഡലും ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അതിന് ഫ്രം ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട് എംപ്ലോയി. ഓക്കെ. ഇനി നമുക്കിവിടെ ഫോംസ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ആ ഒരു ഫോം ഷെയർ ചെയ്യാം.
ഇവിടെ എംപ്ലോയി ഫോംസ് എന്നൊരു ഫോമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ബ്രാക്കറ്റ്സിൽ ഫോംസ് ഡോട്ട് മോഡൽ ഫോം ക്രിയേറ്റ് ചെയ്യാനുള്ള സിന്റാക്സ് ആണ്. ദെൻ ക്ലാസ് മെറ്റയ്ക്കുള്ളിൽ ആണ് നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഇവിടെ മോഡലിന്റെ ബേസിസിൽ മോഡലിൽ ആ ഒരു എത്ര ഫീൽഡ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടോ അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ഫോം ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ദാ 6th ലൈനിൽ മോഡൽ ഈക്വൽ ടു എംപ്ലോയി എന്ന മോഡൽ, അത് മോഡലിൽ എന്താണ്, നമ്മൾ ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ആ ടേബിളിന്റെ ബേസിസിലാണ് നമുക്ക് ഈ ഫോം ക്രിയേറ്റ് ആവേണ്ടത്. ദെൻ ഫീൽഡ്സ് എന്ന സെക്ഷൻ നോക്കിയേ, ഫീൽഡ്സിൽ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ ആ മോഡലിലെ എന്തൊക്കെ ഫീൽഡ്സ് വേണം ഈ ഒരു ഫോമിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഡബിൾ അണ്ടർസ്കോർ ആണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ അണ്ടർസ്കോർ ഓൾ, വീണ്ടും ഡബിൾ അണ്ടർസ്കോർ. ഓക്കെ, ഈ ഡബിൾ അണ്ടർസ്കോർ ഓൾ എന്ന് പറയുന്നത് ആ മോഡൽസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത എല്ലാ ഫീൽഡ്സും ഈ ഫോമിൽ വരും. ഓക്കെ, അതിനാണ് നമ്മൾ ഓൾ കൊടുക്കുന്നത്. മോഡൽസിൽ എന്തൊക്കെയായിരുന്നു, ഐ ഡി ഉണ്ട്, എംപ്ലോയി നെയിം, എംപ്ലോയി അഡ്രസ്, ഈ ഈ 3 ഫീൽഡ്സും ഈ ഫോമിലേക്ക് നമുക്ക് ലോഡ് ആവും. ഓക്കെ, അതിനാണ് നമ്മൾ ഓൾ എന്ന് കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ്ലി ഏതൊക്കെ ഫീൽഡ്സ് ആണോ വേണ്ടത് അതും നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഇനി ഏതെങ്കിലുമൊക്കെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ. ക്ലിയർ ആണോ? എല്ലാരും റെസ്പോണ്ട് ചെയ്യാം. ക്ലിയർ ആണ് മാം. Yes, ma'am. ഓക്കെ, ദെൻ ഇനി ഈ ഫോം നമുക്ക് HTML പേജിലേക്ക് ലോഡ് ചെയ്യാം. ടെംപ്ലേറ്റ്സിൽ ക്രിയേറ്റ് ചെയ്തോളൂ ഒരു ഫയൽ, add.html എന്ന് കൊടുക്കുക. HTML എക്സ്റ്റൻഷൻ കൊടുക്കാം. ഓക്കെ, ഞാനൊരു കോഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടോപ്പിലേക്ക് സ്ക്രോൾ ചെയ്തേ. ഒരു div ക്ലാസ് കണ്ടെയ്നറിൽ ഒരു ഹെഡ് സെക്ഷൻ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്, ആഡ് എംപ്ലോയി ഡീറ്റെയിൽസ്. ആ ഫോമിനൊരു ഹെഡിങ് പാസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നോക്കിക്കേ, ഫോം ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലെ. ലൈൻ നമ്പർ 16 ഫോം ടാഗ്, ആക്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മെത്തേഡ് പോസ്റ്റ്, CSRF ടോക്കൺ. അതിനുശേഷം നോക്കിക്കേ, നമ്മൾ ആകപ്പാട് ആ ഒരു ഫോമിൽ കൊടുത്തിട്ടുള്ളത് ആഡ് എന്ന ബട്ടൺ ആണ്, അല്ലെങ്കിൽ സബ്മിറ്റ്. ലൈൻ നമ്പർ 22 ആഡിന് വരെ സബ്മിറ്റ് എന്നാക്കിക്കോളൂ അവിടെ. ഓക്കെ, ഈ ഒരു ഫോമിൽ നമ്മൾ നോർമലി നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ഹെഡിങ്ങും ഒരു സബ്മിറ്റ് ബട്ടണും. ഇവിടെ ടോട്ടൽ ഫോംസ് ലോഡ് ചെയ്യാൻ ലൈൻ നമ്പർ 18 നോക്കിയേ, ആ സിംഗിൾ ലൈൻ ഓഫ് കോഡിലാണ് ആ ടോട്ടൽ ഫോം നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഒരു പേജിലേക്ക് ഫോം ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ HTML പേജിൽ ഫോംസിനെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ടോപ്പിലേക്ക് സ്ക്രോൾ ചെയ്തോളൂ, ഹെഡ് ടാഗിനുള്ളിൽ കൊടുക്കാം. ഹെഡ് ടാഗിന് ശേഷം ഉള്ളിൽ കൊടുത്തോളൂ, ടൈറ്റിലിന് ശേഷം curly braces percentage load crispy underscore forms underscore filters. ഓക്കെ, ഏതൊക്കെ പേജിൽ നമ്മൾ ഫോം കൊടുക്കുന്നുണ്ടോ ആ HTML പേജസിലെല്ലാം നമ്മൾ ഈ ക്രിസ്പി ഫോം ഫിൽറ്റേഴ്സ് ലോഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ,
ഇനി ഫോം ആക്ഷനിൽ ലിങ്ക് കളഞ്ഞോളൂ. തൽക്കാലം റിമൂവ് ചെയ്തിടാം. ഇനി ഈ HTML പേജ് നമുക്ക് ലോഡ് ചെയ്യാം. അതിന് പാത്തും വ്യൂസും ക്രിയേറ്റ് ചെയ്യണം. വ്യൂസ് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രം .import views. സ്പേസ് വേണ്ട. വ്യൂസിൽ നമുക്കൊരു ചേഞ്ച് ഉണ്ട്. ഈ പേജ് ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫോം വ്യൂ ആവണ്ടേ? റിക്വസ്റ്റ് ഒക്കെ കൊടുത്തോളൂ. കോളന് ശേഷം എൻ്റർ അടിക്കാം. ഈ ഒരു പേജ് ലോഡ് ചെയ്യുന്ന ഫംഗ്ഷനിൽ നമ്മൾ ആ ഒരു ഫോം ലോഡ് ചെയ്ത് കൊടുക്കണം. ഫോം ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ആദ്യമേ അത് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തേ ഫ്രം .forms import employee forms എന്നല്ലേ ക്രിയേറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, അതുപോലെ മോഡൽസ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചേക്കും. ഡാറ്റാബേസിലേക്ക് നമുക്ക് ആഡ് ചെയ്യണ്ടേ. നെക്സ്റ്റ് ലൈൻ, മോഡൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേറെ ഫയൽ അല്ലേ. സോ ഫ്രം .models import employee. ഓക്കെ, നമുക്കിനി ഈ വ്യൂസ് ഫംഗ്ഷനുള്ളിൽ ആ എംപ്ലോയി ഫോംസ് ആണ് ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഒരു വേരിയബിളിലേക്ക് ഫോം ഒന്ന് പാസ് ചെയ്തോളൂ. ഫോം ഈക്വൽസ് ഫോമിന്റെ നെയിം കൊടുക്കുക. എംപ്ലോയി ഫോംസ് അല്ലേ. ബ്രാക്കറ്റ്സ്. ഒരു വേരിയബിളിലേക്ക് ഡയറക്റ്റ് ആ ഫോമിന്റെ നെയിം വെച്ചിട്ട് ലോഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ. ഇനി ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുമ്പോൾ ഡിക്ഷണറി ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കണം. റിട്ടേൺ റെൻഡർ റിക്വസ്റ്റ് കോമ പേജ് കൊടുക്കുക. കോഡ്സിനുള്ളിൽ ഇനി ഡിക്ഷണറി കർലി ബ്രേസസ് കോഡ്സിനുള്ളിൽ കീ. ഫോംസ് ഒന്ന് കൊടുത്തോളൂ. വാല്യൂ കൊടുക്കുന്നില്ലേ? കീയിലേക്ക് സെവൻത് ലൈനിൽ നമ്മൾ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഫോം. ഓക്കെ, ഇനി ബാക്ക് ടു HTML പേജ് വന്നേ. ലൈൻ നമ്പർ 19. ഡബിൾ കർലി ബ്രേസസിനുള്ളിൽ ഫോംസ് നമ്മൾ ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമ്മളിപ്പോ കറന്റ്ലി കൊടുത്തിരിക്കുന്ന ആ കീ കൊടുത്തേ FORMS എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഡിക്ഷണറി ആയിട്ട് ലോഡ് ചെയ്ത കീ വേണം ഇവിടെ കൊടുക്കുക. ഡബിൾ കർലി ബ്രേസസിനുള്ളിൽ യെസ് ഫോംസ് എന്നാണ്.
ഫോംസ് വേർട്ടിക്കൽ ബാർ ക്രിസ്പി. ക്രിസ്പി എന്ന മൊഡ്യൂളും കൂടെ നമ്മൾ കോഡ് ചെയ്ത് കൊടുത്തു. ഇനി ഔട്ട്പുട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. റൺ ചെയ്തേ. ഫോം നമുക്ക് ലോഡ് ആയിട്ടുണ്ട്. നമ്മൾ ഇൻപുട്ട് ഫോംസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫോംസ് ഫയൽ വെച്ചിട്ട് ലോഡ് ചെയ്ത് കൊടുത്തു. ഇനി സബ്മിറ്റ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഇവിടെ ഫോം യൂസ് ചെയ്ത് നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് വാലിഡേഷൻ നോർമലി നമുക്ക് ആഡ് ആവും. അതായത് ഈ ഫീൽഡ്സ് ഒന്നും ഫില്ല് ചെയ്യാണ്ട് നമുക്ക് ഫോം സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇൻപുട്ട് ഫീൽഡ്സ് ലേബലും ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുത്തിരുന്ന ടൈമിൽ നമുക്ക് റിക്വയർഡ് ഫീൽഡ് കൊടുത്താൽ മാത്രം ഈ ഒരു വാലിഡേഷൻ ആഡ് ആവത്തുള്ളൂ. ബട്ട് ഫോംസ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ എല്ലാ ഫീൽഡ്സിലും റിക്വയർഡ് വാലിഡേഷൻ ഓൾറെഡി ആഡഡ് ആവും. ഓക്കെ, ഇനി നമുക്ക് ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ കൊടുക്കാം. ആക്ഷനിൽ ലിങ്ക് കൊടുക്കാം. URL quotes ആഡ് emp എന്നൊരു ഫംഗ്ഷൻ കൊടുത്തോളൂ. emp എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി പാത്ത് ക്രിയേറ്റ് ചെയ്യാം. ഫംഗ്ഷൻ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. URLs ഒന്നുകൂടെ എടുത്തേ. എറർ കണ്ടോ? ഓക്കെ, ഈ ഫംഗ്ഷൻ നോക്കാം. ഡെഫ് ആഡ് emp എന്ന ഫംഗ്ഷൻ നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റ് മെത്തേഡ് ആണല്ലേ. ഇഫ് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഡബിൾ ഈക്വൽസ് പോസ്റ്റ്. പോസ്റ്റ് മെത്തേഡിൽ ഇവിടെ നമ്മൾ നോർമലി നമ്മൾ ക്രൂഡ് പ്രൊജക്റ്റിൽ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? ഓരോ ഇൻപുട്ട് ഫീൽഡ്സിലെയും നെയിം വെച്ചിട്ട് കോൾ ചെയ്യും. ബട്ട് ഇവിടെ നമ്മൾ ഫോമിലാണ് ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു വേരിയബിളിലേക്ക് ഡയറക്റ്റ് നമ്മൾ ആ ഫോം ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫോം ഈക്വൽ ടു ഒരു വേരിയബിളിലേക്ക് എംപ്ലോയി ഫോംസ് ബ്രാക്കറ്റ്സിൽ റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ്. റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് മെത്തേഡിൽ എംപ്ലോയി ഫോംസിൽ നിന്നാണ് നമുക്ക് ലോഡ് ചെയ്തെടുക്കേണ്ടത്. കാരണം നമ്മൾ ഫോം ആണ് അവിടെ ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതൊരു വേരിയബിളിലേക്ക് ലോഡ് ചെയ്ത് ഇനി വാലിഡേറ്റ് ചെയ്യണം. ആ ഫോമിൽ നമ്മൾ പാസ് ചെയ്തിരിക്കുന്ന എല്ലാ ഫീൽഡ്സും വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് ഇഫ് ഫോം. ഈ ഫോം എന്ന് പറയുന്നത് 12th ലൈനിൽ നമ്മൾ ലോഡ് ചെയ്ത് കൊടുത്തത്. ഇഫ് ഫോം ഡോട്ട് ഈസ് വാലിഡ്. ഈസ് വാലിഡ് എന്ന ഇൻബിൽറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ വാലിഡേറ്റ് ചെയ്യുക.
വാലിഡ് ആണെങ്കിൽ ഫോം സേവ് ചെയ്ത് റിട്ടേൺ റീഡയറക്റ്റ് ഷോ പേജിലേക്ക് പോകുന്നു. ഓക്കെ, ഇനി വാലിഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു add.html എന്ന പേജിൽ തന്നെ റീഡയറക്റ്റ് ചെയ്ത് നിർത്താം. അതിന് എൻ്റർ അടിച്ചേ, ഷോയ്ക്ക് ശേഷം എൻ്റർ അടിക്കാം. അവിടെ ഒരു റിട്ടേൺ റെൻഡർ കൂടെ കൊടുത്തോളൂ. റിട്ടേൺ റെൻഡർ ആഡ് എന്ന പേജിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ഔട്ട്പുട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, വെയിറ്റ്, നമ്മൾ മോഡൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് മൈഗ്രേഷൻസ് അപ്ലൈ ചെയ്തിരുന്നോ? ഇല്ലല്ലോ, മൈഗ്രേറ്റ് ചെയ്തോളൂ. അതിനുശേഷം നമുക്ക് ഡാറ്റാബേസിലേക്ക് ആഡ് ചെയ്യാം. മോഡൽസിൽ നമ്മൾ എപ്പോൾ ചേഞ്ചസ് വരുത്തിയാലും മൈഗ്രേഷൻസ് അപ്ലൈ ചെയ്യുക. മാനേജിന് ശേഷം സ്പേസ് വേണ്ട. റൺ ചെയ്തോളൂ. റൺ ചെയ്തിടാം. ഇനി ഒരു റെക്കോർഡ് ഇൻസേർട്ട് ചെയ്യാം. ഔട്ട്പുട്ട് റീഫ്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്തോളൂ. ഒരു എംപ്ലോയി ID 100 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക. ഓൾറെഡി ID എന്നൊരു ഫീൽഡ് നമുക്ക് വരുമല്ലോ, പ്രൈമറി കീ ഫീൽഡ്. സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ദാ ഇവിടെ നോക്കിയേ, താഴേക്ക് സ്ക്രോൾ ചെയ്തേ. ഇത് കണ്ടോ, അവിടെ എറർ നമുക്ക് കാണിച്ചിട്ടുണ്ട്. റിട്ടേൺ റീഡയറക്റ്റ് ഷോ. നമ്മൾ ഷോ എന്നൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് നമുക്ക് അവിടെ ആ എറർ വന്നിരുന്നത്. അവിടെ ജസ്റ്റ് ആഡ് എന്ന് തന്നെ ആക്കി കൊടുക്കുക. യൂസ് ഫംഗ്ഷൻ എടുത്ത് ലൈൻ നമ്പർ 15 നമുക്ക് ആ ലൈൻ നമ്പർ ഉൾപ്പെടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് എടുക്കുക. ബാക്ക് അടിച്ചിട്ടൊന്ന് റീഫ്രഷ് ചെയ്യുക. ഇനി ആഡ് ചെയ്തോളൂ. യെസ്, ലോക്കൽ ഹോസ്റ്റിന്റെ വിൻഡോ എടുത്തേ. ഓൾറെഡി ഓപ്പൺ അല്ലേ? ഫോംസിൽ
ലാസ്റ്റ് വൺ ഫോമർ എംപ്ലോയി. രണ്ട് പ്രാവശ്യം നമുക്കത് മുന്നേയും സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ റീഫ്രഷ് ചെയ്തപ്പോഴത്തേക്ക് നമുക്കത് ലോഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് ടൈം റെക്കോർഡ് 2 ടൈംസ് ഇവിടെ ഇപ്പൊ ഇൻസേർട്ട് ആയിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഫോംസിനെ ലിസ്റ്റ് ചെയ്യിക്കാം ടേബിൾ കൊടുത്ത്. അപ്പോൾ ഷോ എന്നൊരു പേജ് ക്രിയേറ്റ് ചെയ്തോളൂ. ഇതിലേക്ക് ടേബിള് പാസ് ചെയ്ത് കൊടുക്കാം. വാട്സപ്പിൽ നിന്ന് കോപ്പി ചെയ്തോളൂ. മുന്നത്തെ പ്രൊജക്റ്റിൽ ടേബിൾ സെൻഡ് ചെയ്തിട്ടില്ലേ? യെസ്, ഈ ടേബിൾ തന്നെ. ഓക്കെ, ടോപ്പിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഇവിടെ ഹെഡിങ് ഒന്ന് ചേഞ്ച് ചെയ്തേ, ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയി എന്നാക്കാം. ഇനി ടേബിൾ ഹെഡ്സ് ചേഞ്ച് ചെയ്യാം. നോക്കിയ ടോപ്പില് എംപ്ലോയി ഐ ഡി, എംപ്ലോയി നെയിം, എംപ്ലോയി അഡ്രസ്, ഈ 3 ഫീൽഡ്സ് ആണ് നമുക്കുള്ളത്. കറക്റ്റ് ചെയ്ത് കൊടുത്തോളൂ. ഇത് നമ്മൾ ടേബിൾ ഹെഡ്സ് ആണ്. വാല്യൂ നമുക്ക് താഴത്തെ ലൂപ്പിലല്ലേ കൊടുക്കുക. ടേബിൾ ഹെഡ്സ് ആണ്. ഐ ഡി ഓക്കെ, പ്രൊഡക്റ്റ് നെയിമിന് പകരം എംപ്ലോയി നെയിം എന്നാക്കുക. നെക്സ്റ്റ് വൺ എംപ്ലോയി അഡ്രസ്, അല്ലെങ്കിൽ അഡ്രസ് ഒന്ന് കൊടുത്താലും മതി. ക്വാണ്ടിറ്റി പ്രൈസ് റിമൂവ് ചെയ്തോളൂ. ഓക്കെ, ദെൻ എഡിറ്റ് ഡിലീറ്റ് സെക്ഷൻസ് അവിടെ കിടന്നോട്ടെ. ഇനി താഴെ ലൂപ്പിലേക്ക് വന്നേ. ഇവിടെ ലൂപ്പിലാണ് നമ്മൾ വാല്യൂസ് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി മോഡൽസ് നോക്കി വാല്യൂസ് കൊടുക്കുക. ഇവിടെ ഐ ഡിയും എംപ്ലോയി ഐ ഡിയും കൊടുത്തിട്ടില്ലേ? അപ്പൊ ഹെഡിങ് സെക്ഷനിലും എംപ്ലോയി ഐ ഡി എന്നൊരു ഫീൽഡ് കൂടെ കൊടുത്തോളൂ. ഐ ഡിക്ക് ശേഷം ഒരു TH ഓപ്പൺ ചെയ്ത് വാല്യൂസ് 4 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഐ ഡി എന്ന ഫീൽഡിലുള്ളത് പ്രൈമറി കീ ഫീൽഡ് ആണ്. അത് നോർമലി നമുക്ക് ടേബിളിലേക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഇവിടെ കറന്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഓക്കെ, അത് കിടന്നോട്ടെ. ഇനി HREFിലുള്ള 2 ലിങ്ക് റിമൂവ് ചെയ്തേ, എഡിറ്റും ഡിലീറ്റും. ഓക്കെ, ഇനി ഈ പേജിന് പാത്ത് ക്രിയേറ്റ് ചെയ്യാം. വ്യൂസ് ലോഡ് ചെയ്യാം.
ഓക്കെ. നമുക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ എന്താ ഈ ഷോ പേജിൽ ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്? ഡാറ്റാബേസിലുള്ള എല്ലാ എംപ്ലോയി ഡീറ്റെയിൽസും വേണം. ബാക്ക് സ്പേസ് അടിച്ച് കളയണ്ട. ഇത് കംപ്ലീറ്റ് ചെയ്തോളൂ. അതിനുശേഷം മുന്നത്തെ ലൈനിൽ നമുക്ക് ആഡ് ചെയ്യാം. ഒരു വേരിയബിളിലേക്ക് EMP എന്ന് കൊടുത്തോളൂ. ഈക്വൽസ് ഡാറ്റാബേസിലെ ആ ടേബിളിൽ നിന്നാണ് ലോഡ് ചെയ്തെടുക്കേണ്ടത്. ടേബിൾ ഏതാണ്? ടേബിൾ നെയിം കൊടുത്തേ. അവിടെ ചെക്ക് ചെയ്യണമെന്നില്ല. നമ്മൾ മോഡൽസിൽ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ ടേബിൾ. സോ എംപ്ലോയി മോഡൽസ് ആണ് നമുക്ക് ടേബിൾ ആയിട്ട് അവിടെ ലിസ്റ്റ് ക്രിയേറ്റ് ആവുന്നത്. എംപ്ലോയി ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ. യെസ്. ഇനി പേജിൽ വ്യൂ ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിക്ഷണറി ആയിട്ട് പാസ് ചെയ്യണം. റിട്ടേൺ ചെയ്യിക്കുന്ന സെക്ഷനിൽ. കീ കൊടുക്കുക. എംപ്ലോയി എന്ന് കൊടുത്തോളൂ. എംപ്ലോയി. ഇനി അതിന്റെ വാല്യൂ കൊടുക്കുക. ഓക്കെ. ഇനി ബാക്ക് ടു ഷോ പേജ് വന്നേ. ലൂപ്പ് കണ്ടോ? ലൂപ്പ് കറക്റ്റ് ചെയ്ത് കൊടുത്തേ. ലൈൻ നമ്പർ 19 ഫോർ പി ഇൻ എംപ്ലോയി എന്ന് കൊടുക്കുക. ഐട്രേഷൻ ചേഞ്ച് ചെയ്യണമെന്നില്ല. കീ അവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഫോർ പി ഇൻ എംപ്ലോയി. ഇപ്പൊ നമ്മൾ ഐട്രേഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ താഴെ എല്ലാ ഫീൽഡ്സിലും നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ക്യാപിറ്റൽ ഇ ആണോ? ഈ ഫീൽഡ്സ് ഒക്കെ കൊടുക്കുമ്പോൾ സെലക്ട് ചെയ്ത് മാക്സിമം കൊടുക്കണ്ട. കീ ആണ് കോൾ ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ പി ഡോട്ട് ഓരോ ഫീൽഡ്സും ഓരോ റെക്കോർഡ്സ് ആയിട്ട് ലോഡ് ചെയ്ത് നമുക്ക് ആ ഒരു ടേബിളിലേക്ക് ഡിസ്പ്ലേ ചെയ്യിക്കും. വ്യൂസ് ഒന്നുകൂടെ എടുത്തേ. നമ്മൾ ആഡ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്ത് ഈ ഷോ പേജിലേക്ക് പോകുന്ന രീതിയിൽ കൊടുക്കുക. ലൈൻ നമ്പർ 15 ഷോ ആക്കുക. ഓക്കെ. ഇനി ഔട്ട്പുട്ട് ഒന്ന് ലോഡ് ചെയ്യാം. ആഡ് ചെയ്തോളൂ. ഒരു റെക്കോർഡ് ആഡ് ചെയ്യാം. നം ലോക്ക് വല്ലതും നമ്പർ ലോക്ക് ഓൺ ആയി കിടക്കുകയാണോ? അവിടെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് കൊടുത്തേ. ഓക്കെ. ആൽഫബറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് എനിക്ക്. സബ്മിറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു പേജിലേക്ക് ലോഡ് ആയിട്ടുണ്ട്. എംപ്ലോയീസിനെ ലിസ്റ്റ് ചെയ്യിക്കുന്നു.
ക്രൂഡ് ഓപ്പറേഷൻസ് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തത്, ബട്ട് ഫോംസ് യൂസ് ചെയ്ത് ചെയ്തു. ഇത്രയും സെക്ഷൻ എല്ലാവർക്കും ഓക്കെ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ, നമുക്ക് ഇതിന്റെ ബാക്കി സെക്ഷൻസ് നെക്സ്റ്റ് ഡേ ചെയ്യാം. ഈ ഒരു പ്രൊജക്റ്റ് പ്രോപ്പർലി സ്റ്റൈൽ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലിസ്റ്റ് ചെയ്യുന്ന പേജ് ഒക്കെ ഉള്ള സെക്ഷൻ ആയതുകൊണ്ട് നൗ ബാർ കൊടുത്ത് ഈ ഒരു ഫോമും രജിസ്ട്രേഷൻ ഫോമും അതുപോലെ ലിസ്റ്റ് ചെയ്യുന്ന പേജ് ഷോ ഡീറ്റെയിൽസ് എന്ന പേജ് അതും ആ നൗ ബാറിന്റെ ലിങ്കിലേക്ക് കൊടുക്കുക. റൂട്ട് പ്രൊജക്റ്റിലും ഈ ഫോംസിന്റെ പ്രൊജക്റ്റിലും ചെയ്തോളൂ അതുപോലെ. ഓക്കെ, അപ്പോൾ ലീവ് ആയിക്കോളൂ. ക്രൂഡ് പ്രൊജക്ട് എല്ലാവരും സ്റ്റൈൽ ചെയ്ത് എനിക്ക് ഷെയർ ചെയ്തിടുക. എല്ലാ ഫങ്ഷൻസും ഇൻക്ലൂഡ് ചെയ്ത് വേണം സ്ക്രീൻ റെക്കോർഡ് ചെയ്തേക്കാൻ. ഓക്കെ, ഓക്കെ. ലീവ് ആയിക്കോളൂ.